ജിഷയുടെ വിരലിനിടയിൽ നിന്ന് ലഭിച്ച ചർമ്മത്തിൽ നിന്നും വാതിലിന് സമീപത്ത് തെറിച്ചുവീണ രക്തത്തിൽ നിന്നുമാണ് പുതിയ DNA സാമ്പിളുകൾ ലഭിച്ചത്. ഇവ നേരത്തെ ജിഷയുടെ ചുരിദാറിൽ നിന്ന് ലഭിച്ച ഉമിനീരിലെ DNAയുമായി സാമ്യമുണ്ടെന്നും കണ്ടെത്തി. തിരുവനന്തപുരത്തെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഇവ കൊലയാളിയുടേതാണെന്നാണ് പോലീസിന്റെ നിഗമനം. അതിനിടെ പ്രതിയെന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ രേഖാചിത്രങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി. പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയത്. ഇവരിൽ 30നും 40നും ഇടയിൽ പ്രായം കണക്കാക്കപ്പെടുന്ന ആളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൂടുതലായും. ഇയാളെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. ജിഷ കൊല്ലപ്പെട്ട ദിവസം ഇരിങ്ങോൾക്കാവിൽ സംശയകരമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ടതായി ചില കുട്ടികൾ പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇയാൾ മതിലു ചാടി പോയെന്നുമായിരുന്നു മൊഴി. കൊലപാതകത്തിന് ശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഇയാളെ വീണ്ടും ജിഷയുടെ വീടിന്റെ പരിസരത്ത് കണ്ടതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഇയാൾ ഇതര സംസ്ഥാനക്കാരനല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.